നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്കൂളുകളെല്ലാം 5 സ്റ്റാർ ഹോട്ടൽ മാതൃകയിലാക്കി ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഈ കെട്ടിടങ്ങൾ കണ്ടാൽ ഇത് ടൂറിസ്റ്റ് കേന്ദ്രമാണോ അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടൽ ആണോ എന്ന് അതിശയിച്ച് നിൽക്കുകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞായിരുന്നല്ലോ. സ്കൂളുകളൊക്കെ 5 സ്റ്റാർ ഹോട്ടലായി, പക്ഷേ പിള്ളേർക്ക് പഠിക്കാൻ സീറ്റില്ലെന്ന് മാത്രം. അതിന്റെ പേരിൽ ഇപ്പോൾ വലിയ എതിർപ്പാണ് ശിവൻകുട്ടിക്ക് നേരെ ഉയർന്നിരിക്കുന്നത്. എന്നാൽ ഇതിനിടയ്ക്ക് SFI കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇതിന് നടപടി കണ്ടെത്തിയില്ലെങ്കിൽ, പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ശക്തിയുക്തം പോരാടുമെന്നാണ് SFI കളത്തിലിറങ്ങി പറഞ്ഞിരിക്കുന്നത്. വെറും പ്രഹസനമാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് രാഷ്ട്രീയ സംഘടനകൾ ശിവൻകുട്ടിയെ വളഞ്ഞിട്ട് തല്ലുന്നതിന് മുൻപ് ഒന്ന് രക്ഷിച്ചെടുക്കണം. അതിനാണ് ഇവര് കയറി ആദ്യമേ അങ്ങ് വളഞ്ഞിരിക്കുന്നത്. അല്ലാതെ ശിവൻകുട്ടിയെ ഇപ്പോൾ പറപ്പിക്കുമെന്ന ഒരു നീക്കവും SFIയുടെ മുന്നിലില്ല. ഈ ഞങ്ങൾ പ്രതിഷേധിക്കാൻ വളഞ്ഞു എന്ന രീതിയിൽ ശിവൻകുട്ടിക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കുകയാണ് SFIക്കാരുടെ മെയിൻ പണി. കാരണം MSFും KSUവും ഒക്കെ ശിവൻകുട്ടിക്ക് നേരെ രംഗത്ത് വന്നിട്ടുണ്ട്. ABVPയും കളത്തിലിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടുന്ന അടിയുടെ പ്രഹരം ഒന്ന് കുറയ്ക്കാൻ, ശക്തി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ആദ്യമേ ഇവർ കയറി പ്രൊട്ടക്ഷന് വേണ്ടി വളയുന്നതാണ് ഞങ്ങൾ സമരം കടുപ്പിച്ചു എന്ന രീതിയിൽ SFI കളത്തിലിറങ്ങിയതിന് പിന്നിലുള്ള കാരണം. എന്തായാലും +1 സീറ്റ് പ്രതിസന്ധിയിൽ സമരം ഇപ്പോൾ വ്യാപിക്കുകയാണ്. മലബാറിൽ ഒതുങ്ങി നിന്ന സമരം തലസ്ഥാനത്തേക്കും വ്യാപിച്ചിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് MSF പൂട്ടിയിട്ടു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള 20ഓളം പ്രവർത്തകരാണ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറിയതും അദ്ദേഹത്തെ പൂട്ടിയിടുകയും ഒക്കെ ചെയ്തത്. +1 സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്തെ ഫ്രട്ടേണിറ്റി പ്രവർത്തകർ പ്രതിഷേധിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചായിരുന്നു ഇവരുടെ പ്രതിഷേധം. പ്രതിഷേധക്കാർ വാഹനങ്ങളൊക്കെ തടയുകയും ചെയ്തിരുന്നു. പിന്നീട് പോലീസിന് കളത്തിലിറങ്ങി വലിയ പാടുപെടേണ്ടി വന്നു ഇവരെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടി. ഇതിനിടയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. മലപ്പുറം ജില്ലയിലടക്കം +1 സീറ്റിൽ ഗുരുതര പ്രതിസന്ധിയാണ് SFIയും ശരിവെച്ചതിന് പിന്നാലെയാണ് വിശദീകരണവുമായി മന്ത്രി ശിവൻകുട്ടി രംഗത്ത് വന്നത്. മലപ്പുറത്ത് +1ൽ കുറവുള്ളത് 2954 സീറ്റുകൾ മാത്രമാണെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. അൺഎയ്ഡഡ് ഒഴികെ 11,083 സീറ്റുകൾ ജില്ലയിൽ ഒഴിവുണ്ട്. ഇനി 2 അലോട്ട്മെന്റ് കൂടിയുണ്ടെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ശാന്തമായ അന്തരീക്ഷത്തിൽ പോകുന്ന വിദ്യാഭ്യാസ വകുപ്പിനെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് MSFന്റേതെന്നും മന്ത്രി ആരോപിച്ചു. PK കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും മന്ത്രി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സമരം ചെയ്യുന്നവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് നടക്കുന്നത്. ആദ്യ അലോട്ട്മെന്റ് കഴിയുമ്പോൾ തന്നെ സമരം തുടങ്ങി. കണക്ക് വെച്ച് സമരക്കാരോട് സംസാരിക്കാൻ തയ്യാറാണ്. സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകരുതെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. ഇതിപ്പോൾ സർക്കാരിന് വീണ്ടും ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടിയുള്ള പിള്ളേരെ എല്ലാം അങ്ങ് വിജയിപ്പിച്ചു വിട്ടു. ഇതിൽ അർഹർക്കാണ് സീറ്റ് കിട്ടാതെ പോകുന്നത്. വലിയ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. 3ാം തവണ കൂടി അങ്ങ് അധികാരത്തിലെത്തുന്നതിന് വേണ്ടി ഒരു കുറുക്ക് വഴിയാണ് നോക്കിയത്. അതായത് ഉള്ള പിള്ളേരെ മുഴുവൻ വിജയിപ്പിച്ചു വിട്ട് വിജയശതമാനം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഇരട്ടിയാക്കിയതിലൂടെ എന്താണ് പ്രയോജനമെന്നാണ് ചോദ്യം വരുന്നത്. കാരണം ഇതിലിപ്പോൾ വാരിക്കോരിയാണ് A+ കൊടുത്തത്. ഇതിലിപ്പോൾ അർഹരാരാണ് അനർഹരാരാണ് എന്നൊന്നും തിരിച്ചറിയാനാകാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ഗുരുതരമായ പ്രതിസന്ധി ഉടലെടുത്തതോടെയാണ് സീറ്റിന്റെയും പ്രശ്നം വന്നതോടുകൂടിയാണ് MSFും കളത്തിൽ വന്നത്. ഇതിനിടയ്ക്ക് SFI പറയുന്നത് ഗുരുതര പ്രതിസന്ധി എന്നാണ്. മലപ്പുറം ജില്ലയിലടക്കം +1 സീറ്റിൽ ഗുരുതര പ്രതിസന്ധി എന്നാണ് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. മലബാറിലെ +1 സീറ്റുകളിൽ പ്രതിസന്ധിയില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ നിലപാട് തള്ളിയായിരുന്നു SFI രംഗത്ത് വന്നത്. പുതിയ ബാച്ചുകൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും VP സാനു പറഞ്ഞു. മന്ത്രി ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ SFIയും സമരരംഗത്ത് വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. +1 സീറ്റ് പ്രതിസന്ധിയിൽ SFI നിലപാട് ശരിയല്ലെന്ന് വിമർശിച്ച് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് രംഗത്ത്. ആമസോൺ കാർഡുകളിൽ തീപിടുത്തമുണ്ടായാൽ സമരം ചെയ്യുന്ന SFI 3ാം അലോട്ട്മെന്റിന് ശേഷവും നിവേദനം നൽകി നടക്കുകയാണ്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ MSFനൊപ്പം സമരം ചെയ്യണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു.
വിഷയത്തിൽ ഉടൻ നടപടി കണ്ടില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്ക് ഉൾപ്പെടെ സമരം നടത്തുമെന്നും നവാസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്തുകൊണ്ട് SFI വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല എന്ന ചോദ്യം ശക്തമായതോടുകൂടിയാണ് SFI കളത്തിൽ വന്നത്. പക്ഷേ കളത്തിൽ വന്നത് പിള്ളേരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയൊന്നുമല്ല, പകരം മന്ത്രിയെ ഒന്ന് പൊതിഞ്ഞു സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം സമരം ചെയ്യാനാണെങ്കിൽ ഇതിലും വലിയ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ സർക്കാർ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അന്നൊന്നും ഈ SFIക്കാർ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. PSC റാങ്ക് ലിസ്റ്റുകാരുടെ സമരം വലുതായിരുന്നു സെക്രട്ടേറിയറ്റിൽ. അന്ന് ഇവരാരും ഈ SFIയോ DYFIയോ ഒരക്ഷരം മിണ്ടിയില്ല. അന്നൊന്നുമില്ലാത്ത പൊള്ളലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ശിവൻകുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വെറും പ്രഹസനം മാത്രം.